ആഴിയന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്, അവശ്യ നേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്, കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഒരു നല്ല പുതിയ വിശുദ്ധ ദിവസം കൂടെ ദാനമായി നൽകി തന്നതോർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സഹായിക്കണമേ. എൻ്റെ കർത്താവ്, ഇന്ന് പകൽക്കാലം അടിയനെ അവിടുത്തെ കരം പിടിച്ച് നടത്തണമേ. എൻ്റെ പ്രാർത്ഥനയെ ശ്രവിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുടെ മേൽ അവിടുത്തെ അനുഗ്രഹങ്ങളെ പകരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിന്മേൽ തമ്പുരാൻ്റെ കാര്യം ചലിപ്പിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം സമാധാനവും സന്തോഷവും സൗഖ്യവും അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവരായി തീരുമാനം തക്കണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെയും തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബത്തെയും അവരുടെ വിദ്യാഭ്യാസത്തെയും ഒക്കെ സമർപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽകുടുംബങ്ങൾ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും തിരുമുൻപാകെ ഈ സമയം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ, ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ എല്ലാം തമ്പുരാൻ്റെ പാദപിടിച്ചിലോട്ട് രാവിലെ സമയം ഏൽപ്പിച്ചു തരിക. സകലതും നിയന്ത്രിച്ച് നടത്തുന്നവൻ അവിടുന്ന്. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയത് അവിടുന്ന്. പിന്നെയും നടത്തുവാൻ സർവ്വശക്തനാ. ബലമുള്ള കരുത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല കർത്താവേ. ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല. ഞങ്ങളുടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളുടെ കാര്യാദികളെ ക്രമപ്പെടുത്തി ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല കൂട്ടാളിയായി ഞങ്ങളോട് എല്ലായ്പ്പോഴും കൂടെയുള്ളൊരു നല്ല കർത്താവിനെ കണ്ടുമുട്ടുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഈ സ്നേഹത്തിൽ നന്യപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങൾക്ക് വേണമപ്പാ. ആ സ്നേഹം സാന്നിധ്യം മതി കർത്താവേ. അപ്പോൾ പൊന്നുകരം എപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുത്തെ വഴികളിൽ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും എല്ലാം അവിടുത്തെ പൊന്നു പാദപിടുത്തിൽ ഏൽപ്പിച്ചു തരിക. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്തോത്രം. ഞങ്ങൾ അറിയിച്ചില്ലെങ്കിലും ഞങ്ങളെ അറിയുന്ന കർത്താവ്, ഞങ്ങൾക്ക് പരിഹാരമായി ഇറങ്ങി വരുന്ന ദൈവം, ഞങ്ങൾക്കുള്ളത് ഓർത്ത് സ്തോത്രം. മനസ്സിലെയും കാരണയുമുള്ള ദൈവമാകിയാൽ സ്തോത്രം. അപ്പം എൻ്റെ ഉള്ളം കാര്യത്തിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു. സൗഖ്യത്തോടെ കാത്തോണമേ. ഞങ്ങളുടെ പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. നന്മ കൊടുത്ത് നിറയ്ക്കണമേ. ദൈവഭയത്തിൽ ജീപ്പാൻ ഇടയാക്കണമേ. ദുഷ്ടപിശാചവരെ കാണരുതേപ്പാ. ശത്രുവിൻ്റെ ഒരു ആലോചനയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരാതെ സ്വർഗ്ഗം വരെ രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പോക്കിൽ, വരവിൽ, വാഹനയാത്ര, വഴിയാത്രയിൽ, സ്കൂളിലായിരിക്കുമ്പോഴൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം വേണമപ്പാ. നിന്റെ കൃപ കൊണ്ടവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, പ്രൊമറ്ററി പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും തിരുമുൻപാകെ ചേർത്ത് വയ്ക്കുകയാണ്. നാഥ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. മനസ്സലിയണമേ. അങ്ങേക്ക് ഒരു ദിവസം മതിയല്ല കർത്താവേ, ഒരു നിമിഷം മതിയല്ല കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തടസ്സങ്ങളെ, മുടക്കങ്ങളെ സ്വർഗ്ഗമെടുത്ത് മാറ്റി അവരുടെ വേദനയറിഞ്ഞ്, അവരുടെ ആവശ്യം പറഞ്ഞ് തൻ്റെ മക്കളോട് മനസ്സലിവ് കാണിക്കണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, സന്തോഷത്തിൻ്റെ വർത്തമാനം പങ്കുവെക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴി തുറന്നു കൊടുക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കാര്യം ചലിപ്പിക്കുമാറാകണം. ഉപജീവനത്തിനും മാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണം. ഹല്ലേലൂയ, കർത്താവേ, സ്തോത്രം. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ട്. വിവിധ സ്ഥാനങ്ങളിൽ പരീക്ഷയ്ക്കായി കടന്നു പോയിരിക്കുന്നവരുണ്ട്. അവരുടെ മേലൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആമേൻ. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജയമുള്ളവരായി കാണപ്പെടണം കർത്താവേ. പോക്കിലും വരവിലുമെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതോർത്ത് നന്ദി പറയുന്നു. ശത്രു കാണാതെ മറയ്ക്കുമാറാകണം.
എല്ലാ മക്കളുടെയും എല്ലാ യാത്രകളിലും കൂടെയിരിക്കണം. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുടെ കാലഘട്ടമാ കർത്താവേ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് പരിപാലിച്ചു കൊള്ളുമാറാകണം. ഒരു ബാധയും തട്ടാതെ ഉള്ള കാര്യത്തിൽ സൂക്ഷിക്കുമാറാകണം. കർത്താവേ, പകർച്ചവ്യാധികൾക്കൊക്കെ ഈ കർത്താവ് ഹല്ലേലൂയ അത്ഭുത വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദേശത്തോട് ജനത്തോട് കരുണ തോന്നണമേ കർത്താവേ, മനസ്സലിയണമേ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു ദൈവമേ. സ്തോത്രം സ്തോത്രം. അനേകായിരങ്ങൾ ആശുപത്രി മുറികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ചുമയാല പരിയാല ശ്വാസതടസ്സത്താൽ അനേകരായിരിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, അപ്പോൾ തൈറോയിഡും ആസ്മയും അലർജിയുമുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ഹാലലി ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ആമേൻ ഹാലലിയ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെട്ടവരെ ഒക്കെ തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. സൗഖ്യം കാത്തു കിടക്കുകയപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം അയക്കണമേ. അവരോട് മനസ്സലിയണമേ. പൊന്നുകരം ചാർത്ത് പിടിക്കണമേ. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. എൻ്റെ കർത്താവെ, കാൽവരി ക്രൂശിലെ ഒരു തുള്ളി രക്തം ഓരോ മക്കളുടെ മേലും തൊട്ട് ആമേൻ ഹല്ലേലൂയ അവൻ പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സാക്ഷ്യം കരയറ്റുവാനും സ്വർഗമിടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളോട് മനസ്സിലിടണം. നല്ല ഉറക്കം ആശ്വാസം അപ്പച്ച കൊടുക്കണം കർത്താവേ. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളും എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുടെ മേലെ ദൈവത്തിൻ്റെ സമാധാനവും സൗഖ്യവും അയച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. മദ്യപാനികളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, വേദനിക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ സ്വർഗമിറങ്ങിയേ മതിയാവും കർത്താവേ. ഇങ്ങനെ മുൻപോട്ട് പോകാൻ നീ അനുവദിക്കല്ലേ കർത്താവേ. കരയുന്ന ജീവിതങ്ങളോട് മനസ്സിലെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പ. ഈ മദ്യപാനികൾക്കൊരു മാനസാന്തരം നൽകുവാൻ എൻ്റെ അപ്പനവിടുന്ന് കഴിയുമല്ല കർത്താവേ. അവിടുന്ന് ഈ മദ്യപാനികളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിൽ അടിമപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ എൻ്റെ കർത്താവേ, നീ വിടുതൽ കൊടുക്കണേ, വിടുതൽ കൊടുക്കണേ. കർത്താവ് പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകാൻ്റെ കണ്ണം ദൈവമായ കർത്താവേ, നീ അതിന് പരിഹാരമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത അനേക പ്രിയപ്പെട്ടൊരു മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെ നിലവിളിക്കുന്നവരുണ്ട് കർത്താവേ. അപ്പാ, നീ ഒരു ജീവിതങ്ങളുടെ മേൽ ഇറങ്ങണമേ കർത്താവേ. അവർക്ക് ശാന്തതയും സമാധാനമായി എന്ന് ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ ദേശം ചുറ്റുപാടായാൽ കുടുംബം അനുഗ്രഹിച്ചാട്ട്. അനാഥരെ വിധവകളെ കാത്തുകൊള്ളണേ. മാതാപിതാക്കളെ വഹിച്ചു കൊള്ളണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തി തരണമേ കർത്താവേ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ കാത്തോണേ കർത്താവേ. ആമേൻ. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണം. ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കാൻ സഹായിച്ചാട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടെ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചാട്ട് കർത്താവേ. സ്തോത്രം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാ രാജ്യങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണമേ കർത്താവേ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ വിടുവിക്കുമാറാകണമേ കർത്താവേ. മാനവജനത എല്ലാം ഒന്നടങ്കം കർത്താവിനെ അറിയുന്നവരായി തീരുവാൻ തക്കണം ദൈവമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായവരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. സുവിശേഷം അറിയിക്കുവാൻ വിശ്വസ്തരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. ഇതൊരു നാൾ നിന്ന് പോകാൻ അനുവദിക്കുന്ന ദൈവമല്ലല്ലോ. ആമേൻ. ഇത് നാൾക്ക് നാൾ വളരട്ട് കർത്താവേ. ദിനംതോറും വളരട്ടെ. അനേക ആയിരങ്ങൾ കർത്താവിനെ അറിയട്ടെ. അതിനായി ഒരുക്കണമേ, സഹായിക്കണമേ. പിശാച് ആരെ വിഴുങ്ങുകൊണ്ട് നലർന്ന് സിംഹം പോലെ വിഭിക്ഷതയോടെ ആമേൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ. ആമേൻ. ദൈവമക്കളുടെ ഊഴം തെറ്റിപ്പാൻ ആരെയും അനുവദിക്കരുത് നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവിടുന്ന് സഹായിച്ച് അത്ഭുതങ്ങളെ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് മനസ്സലിയണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.